എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതെ, തിരുപ്പതിയിൽ നടക്കുന്ന പകൽ കൊള്ളയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം, ഒരാൾ പോലും ഭഗവാനെ കാണാൻ പോയിട്ട് അവിടുന്ന് പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. ആദ്യമായിട്ട് പോകുന്ന എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാണ്. അപ്പോൾ ഓരോ കാര്യങ്ങൾ വളരെ വ്യക്തമായി വിശദീകരിച്ച് പറയാം. ആദ്യമായിട്ട് പറ്റിക്കപ്പെടുന്നത് അവിടുത്തെ ട്രാൻസ്പോർട്ട്. സൗജന്യമായിട്ട് നമുക്ക് ബസ് സർവീസ് അവൈലബിൾ ആണ്. ചില ടാക്സിക്കാരൊക്കെ പറയും ബസ് സർവീസിനൊക്കെ പൈസയുണ്ട്, ഫ്രീ സർവീസ് ഒന്നുമല്ല, ഞങ്ങൾ കറക്റ്റ് സ്ഥലത്ത് കൊണ്ട് ഇറക്കാമെന്നൊക്കെ പറയും. അതൊക്കെ വെറുതെയാണ്. വണ്ടി കയറി കഴിഞ്ഞാൽ അവിടെ സ്വഭാവം മാറും. അതുകൊണ്ട് അവിടെ ഫ്രീ സർവീസ് ഉണ്ട്. റെഡ് കളറുള്ള, അതായത് ചുവപ്പ് നിറത്തിലുള്ള ബസ്സാണെങ്കിൽ നമുക്ക് സൗജന്യമായിട്ട് പോകാം. അടുത്ത പറ്റികയിൽ ഇവരാണ്. ഞാനിപ്പം വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവൻ അതിന് മുമ്പ് ഇത് മാറി. അതായത് 10 രൂപയുടെ ബിസ്ക്കറ്റ് ഇവന്മാർ 20 രൂപയ്ക്കാണ് അവിടെ വിൽക്കുന്നത്. അതുപോലെ തന്നെ മിച്ചർ, മുറുക്ക്, ഇതിനൊക്കെ നല്ല റേറ്റാണ്. 10 രൂപയുടെ സാധനമൊക്കെ 20, 30 ഒക്കെ രൂപയ്ക്കാണ് ഇവർ വിൽക്കുന്നത്. അതുപോലെ തന്നെ മാങ്ങ ജ്യൂസ്, 10 രൂപയുടെ മാങ്ങ ജ്യൂസും ഇവന്മാർ 20 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഇവന്മാർക്ക് നല്ല വിശ്വാസമുണ്ട്, എത്ര രൂപ കൂട്ടി പറഞ്ഞാലും അവിടെയുള്ള ആൾക്കാർ വാങ്ങിക്കുമെന്ന്. കാരണം നമ്മൾ ദർശനത്തിനായിട്ട് ക്യൂ നിൽക്കുമ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും കുട്ടികളൊക്കെ ഉണ്ടാകും. അവർക്ക് ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേന് വിശക്കും. കാരണം മിക്ക ആൾക്കാരും തന്നെ വൈകുന്നേരമൊക്കെ ചായയും സ്നാക്സൊക്കെ കഴിക്കുന്ന കുട്ടികളൊക്കെ ആയിരിക്കും. അപ്പോൾ ആ സമയമാകുമ്പോൾ അവർക്ക് വിശക്കും. അപ്പം മാതാപിതാക്കൾ എന്താ ചെയ്യുക, എത്ര രൂപയാണെങ്കിലും കുട്ടികൾക്ക് വിശപ്പാണെന്ന് അറിയുമ്പോൾ വാങ്ങിച്ചു കൊടുക്കും. അത് ഇവന്മാർ മുതലാക്കും. 10 രൂപയുടെ സാധനം 15 രൂപയ്ക്ക് വിൽക്കുവാണെങ്കിൽ പിന്നെയും നമുക്ക് ക്ഷമിക്കാം. 15ഉം പോരാഞ്ഞിട്ട് 20-നാണ് അവർ വിൽക്കുന്നത്. പിന്നെ തിരുപ്പതി പോയിട്ട് ചില ആൾക്കാർ മുട്ടയടിക്കാറുണ്ട്. ഞാനും മുട്ടയടിച്ചിട്ടുണ്ടായിരുന്നു. പല ആൾക്കാരും തല മുട്ടയടിക്കുന്നത് വഴിപാടിൻ്റെ ഭാഗമായിട്ടാണ്. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. അവിടെ തല മുട്ടയടിക്കാൻ സൗജന്യമാണ്. നമുക്ക് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു ടോക്കൺ തരും. ആ ഒരു ടോക്കൺ നമ്പർ ഏതാണോ ആ വ്യക്തി എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തല മുട്ടയടിച്ച് തരും. ചില ആൾക്കാർ പൈസ ചോദിച്ചു വാങ്ങിക്കുന്നവരുണ്ട്. നമുക്ക് 10-20 രൂപ ദക്ഷിണയായിട്ട് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഇവർ ചോദിക്കുന്നത് വളരെ പതിയെ നമ്മുടെ ചെവിയിൽ ചോദിക്കും. ക്യാഷ് എന്ന് പറയും. അവിടെ ഓർഡർ ഫ്രീ ആണ്. നമുക്ക് വേണമെങ്കിൽ 10-20 രൂപ ദക്ഷിണ എന്ന രീതിയിൽ കൊടുക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ വന്ന സുഹൃത്ത് 100 രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു അവൻ്റെ തല മുട്ടയടിച്ചപ്പം. പിന്നെ ഞാൻ മുട്ടയടിക്കാൻ ചെന്നപ്പം എന്നോടും ചോദിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അവൻ 100 രൂപ തന്നില്ലേ എന്ന് ചോദിച്ചു. അത് അവൻ്റെ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ സൗജന്യമല്ലേ തല മുട്ടയടിക്കുന്നത്, പിന്നെ എന്തിനാ പൈസ ചോദിക്കുന്നത്, ഞങ്ങൾ 100 രൂപ തന്നില്ലേ, അത് മതി എന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് ദേഷ്യപ്പെട്ട് ചോദിച്ചപ്പോൾ അങ്ങേര് പറഞ്ഞു, ഓക്കെ എന്ന് പറഞ്ഞു. കാരണം സൗജന്യമായിട്ട് നമ്മൾ 100 രൂപ കൊടുത്തു, വീണ്ടും അവർ ചോദിക്കുന്നത് മോശമാണ്. അതുപോലെ നമുക്ക് ദർശനത്തിന് പോകുമ്പോൾ കുറച്ചങ്ങ് ഉള്ളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ബാഗൊക്കെ വെക്കാനുള്ള സൗകര്യമുണ്ട്, ലോക്കറുണ്ട്. അതും സൗജന്യമാണ്, ഫ്രീ ആണ്. അവിടെ വെണ്ടയ്ക്ക മുഴുപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. എങ്കിലും നമ്മൾ വെച്ച് കഴിയുമ്പോൾ അവർ പൈസ ചോദിക്കും. ഫ്രീ ആണെന്ന് എഴുതി വെച്ചിട്ടും മറ്റുള്ളവരോട് പൈസ ചോദിക്കുന്നത് മോശമാണ്. അല്ലെങ്കിൽ അവർ ഒരു നിശ്ചിത തുക അവിടെ എഴുതി വെക്കണം, ഇങ്ങനെ ലോക്കറിന് ഇത്ര രൂപ എന്ന്. പക്ഷെ അങ്ങനെയൊന്നും അവിടെ എഴുതി വെച്ചിട്ടില്ല. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ ലോക്കറിൽ വെക്കുന്ന ബാഗിൽ ഒരു കാരണവശാലും അവിടുന്ന് വാങ്ങിച്ചിട്ടുള്ള ഫോട്ടോസോ അതുപോലെ പൊട്ടിപ്പോകാൻ സാധ്യതയുള്ള ഒരു സാധനങ്ങളും നിങ്ങൾ ബാഗിനകത്ത് വെക്കരുത്. കാരണം നമ്മൾ ബാഗ് കൊടുക്കുന്ന സ്ഥലത്ത് നല്ല നമ്മൾ ദർശനം കഴിഞ്ഞിട്ട് ബാഗ് തിരിച്ചു വാങ്ങിക്കുന്നത്. ഇവരത് വേറെ സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത്. കാരണം നമ്മുടെ എല്ലാ ബാഗും ഇവർ ട്രോളിയിലേക്ക് കയറ്റിയിട്ട് വണ്ടി മാർഗമാണ് ഇവർ ആ സ്ഥലത്തേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇവർ പല ബാഗുകളും ഇങ്ങനെ വലിച്ചെറിയാണ്. നമുക്കവിടെ ചിലപ്പോൾ തന്നെ കാണാൻ സാധിക്കും. ചിലപ്പോൾ എറിയുന്ന ബാഗ് ചിലപ്പോൾ താഴെ ചാടും. അതിൻ്റെ അകത്ത് പൊട്ടുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അവിടെയുള്ള ആൾക്കാരൊന്നും അങ്ങനെ ശ്രദ്ധയോടെ കൂടിയൊന്നുമല്ല ബാഗ് എടുത്തിടുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഫ്രീ ദർശനത്തിനായിട്ടുള്ള ടിക്കറ്റിന് ഒരു ലഡു ഫ്രീ ആണ്. നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ലഡു കൊടുക്കുന്ന സ്ഥലത്ത് നമ്മൾ ഈ ടോക്കൺ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ലഡു ഫ്രീ ആയിട്ട് കിട്ടും. അതല്ല എങ്കിൽ ഒരു ലഡുവിന് 50 രൂപ വെച്ച് കൊടുക്കേണ്ടതാണ്. പക്ഷേ ലഡു കിട്ടണമെങ്കിൽ നമ്മൾ കൊടുത്ത ടോക്കൺ അവരുടെ സിസ്റ്റത്തിൽ സ്കാൻ ആയാൽ മാത്രമേ കിട്ടത്തുള്ളൂ. സ്കാൻ ആയില്ല എങ്കിൽ ലഡു കിട്ടത്തില്ല. അതുപോലെ തന്നെ നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്കായിട്ട് ചില ആൾക്കാർ തിലക അണിയിക്കാനായിട്ട് നിൽക്കും. ആ ഒരു തിലക അണിയിക്കാനായിട്ട് 20 രൂപയാണ് അവർ വാങ്ങിക്കുന്നത്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ
ഭഗവാനെ തൊഴാൻ വേണ്ടി ക്യൂ നിൽക്കുന്നതിന് മുമ്പായിട്ട് ചില മാതാജിമാരുണ്ടാവും, ഒരേ സാരി ഉടുത്തിട്ടുള്ള ആൾക്കാർ. അവർ നമുക്കിത് തൊട്ട് തരും, ഫ്രീ ആണ്. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പം പുതുതായിട്ട് പോകുന്ന എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം ഭഗവാന്റെ അടുത്ത് പോകാനായിട്ട്. ആദ്യമായിട്ട് പോകുന്ന ആരും തന്നെ ഇനി പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. ശുഭദിനം.